ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്തെ ഫെയർ സലൂണിലാണ് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിരിക്കും. പൊന്നു ഇതിന് മുന്നേ ഇവിടെ വന്ന് സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ടാവുക. എനിക്ക് കുറച്ച് ഹെയർ കട്ടും പിന്നെ ഹെയർ സ്പാ ഒക്കെ ചെയ്യണമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ കുറച്ചധികം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് കൂടുതലാണ്. ഇവർക്ക് അത്രയും നല്ല സർവീസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ പൊന്നിൻ്റെ ത്രെഡിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് ഓരോ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഹെയർ വാഷിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഒരു ആംബിയൻസ് ആയിട്ടുള്ളൊരു റൂമിലേക്ക് കൊണ്ടുപോകും ഹെയർ സ്പാ ചെയ്യാനായിട്ട്. ആൻഡ് ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഗണേശനായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ടൊരു മ്യൂസിക് ഉണ്ടാവും. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതറിയാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു മസാജൊക്കെ ഇവർ തരും കേട്ടോ. ആ മസാജ് ടൈമിലൊന്നും നമുക്ക് വീഡിയോ പോയിട്ട് ഫോട്ടോസ് ഒന്നും നമുക്ക് എടുക്കാൻ തോന്നില്ല. കാരണം നമ്മളതിലിങ്ങനെ അലിഞ്ഞിരിക്കും. നമുക്ക് ചില സമയം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ളിലെ അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, ആ ഒരു ഫീലായിരിക്കും. ഓൾറെഡി സ്പാ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ അത് ഈ ഒരു പ്രൊസീജിയർ ടൈമിലൊക്കെ തന്നെ എനിക്ക് കുറച്ചിങ്ങനെ ഉറക്കം വരുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റി. എനിക്ക് ഇവിടുത്തെ ആ ഒരു സർവീസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു സ്റ്റാഫിൻ്റെ വർക്കൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സ്പാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഹെയർ കട്ടിങ് സെക്ഷനിലോട്ടാണ്. അപ്പം എൻ്റെ മുടി മുന്നേ ഒരു ടിപ്പിന് കുറച്ച് മുകളിലായിട്ട് വരെ കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർസിൽ പല കളറുണ്ട് കേട്ടോ. അതൊരു മിക്സഡ് ടൈപ്പ് ഓഫ് കളറായിരുന്നു. അപ്പോൾ എന്തായാലും ആ കളർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തു. പിന്നെ ഈ കട്ട് ചെയ്ത ആൾ തന്നെ എന്നോട് പറഞ്ഞു, അത്രയൊന്നും വെട്ടണ്ട, ഷോർട്ടായി പോകും. ഞാൻ പറഞ്ഞു സാരമില്ല, ആ കളറങ്ങ് പൊയ്ക്കോട്ടെ, കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് റിഗ്രറ്റ് അടിച്ചു. ഷോർട്ടായിപ്പോയോ, ഒരുപാട് ഷോർട്ടായല്ലോ എന്ന് വിചാരിച്ചു. ഈ കട്ടിങ് സെക്ഷനിൽ ഇപ്പം എൻ്റെ ഈ ഹെയർ സെറ്റ് ചെയ്യുന്ന ആളുടെ ഒരു വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോടെ. ഇപ്പം നമ്മൾ ഏതൊരു സലൂണിൽ പോയി ഹെയർ കട്ട് ചെയ്താൽ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. പക്ഷേ പുള്ളി ജസ്റ്റ് എത്ര കട്ട് ചെയ്യണം, ഏത് ടൈപ്പ് ഹെയർ കട്ട് വേണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലെയർ കട്ടാണ് പറഞ്ഞപ്പോൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റഡ് ഹെയർ ആയതുകൊണ്ട് ആ ഒരു ലെയർ കട്ട് ചേരില്ല എന്ന് പറഞ്ഞു. നമുക്ക് സാരമില്ല, യു ഷേപ്പിൽ ഹെയർ ബാക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ലെയർ പോലെ ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ല, അതിനും മുകളിൽ അവർ ചെയ്തു തരുന്നതായിട്ട് എനിക്ക് തോന്നി. ഏകദേശം ഈ ഒരു സെക്ഷനൊക്കെ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇതൊക്കെ മനസ്സിൽ കണ്ടതല്ലേ, മനസ്സിൽ കണ്ടപ്പോൾ പുള്ളി മനത്ത് കണ്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ടൈമൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ മുഖത്തത് അധികം എക്സ്പ്രഷൻ ഇട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉള്ളിലിരുന്ന് അങ്ങ് സന്തോഷിക്കാനുണ്ട്. പുള്ളി നന്നായിട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്, അതിന് കൂടുതൽ നന്നായിട്ട് ചെയ്തു. അപ്പോൾ പുള്ളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൂപ്പർ, അടിപൊളി എന്നുള്ള രീതിയിൽ. അപ്പം പുള്ളി നന്നായിട്ട് ഹെയർ സെറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പം പൊന്നുവിൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സൈഡിലതായി ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹെയറിൻ്റെ മുന്നത്തൊരു ലെങ്ത് ആട്ടോ കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഒരു കളറിങ് പോർഷൻ ഉണ്ട്, ആ ഒരു ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം സന്തോഷം കൊണ്ടുള്ള ഒരു പട്ടിഷോയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എൻ്റെ പട്ടിഷയ്ക്ക് ശേഷം അടുത്തത് പൊന്നുവിൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഹലോ, ഇപ്പം ഞങ്ങൾ ഫെയറിൽ പോയിട്ട് ഹെയർ കട്ട് പിന്നെ സ്പാ ഒക്കെ ചെയ്തു. ഞാൻ ത്രെഡ് ഓൾസോ ചെയ്യും. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പൊന്നിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് പോയത്. ബസ്സിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ തന്നെ ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ചു തിരിച്ച് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കേസ്